ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 37ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, കമൻ്റ് ഇടാനും മറക്കല്ലേ. ഞാൻ നോക്കട്ടെ. ഇതത്തന്നെ അവളുടെ കാലുമടയിലേക്ക് വെച്ച് നോക്കാൻ തുടങ്ങി. നോക്കി നടക്കണ്ടേ, അതല്ലേ ഇങ്ങനെ വീണത്? നിന്റെ ഈ മത്തങ്ങ കണ്ണു പിന്നെ എന്തിനാ? നോക്കി നടക്കാനല്ലേ? ദത്തൻ ദേഷ്യത്തിൽ അവളോട് അലറി. വർണ്ണ ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു. അതെങ്ങനെയാ? ഏത് സമയവും തുള്ളിച്ചാടിയല്ലേ നടത്തം? പിന്നെ വീണില്ലെങ്കിലും അത്ഭുതമുള്ളോ? പാർവതിയുടെ അമ്മ വർണ്ണയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും ദത്തൻ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. നിങ്ങളോട് ഞാൻ അഭിപ്രായം ചോദിച്ചാ? ഞാൻ പറഞ്ഞു എൻ്റെ ഇവളുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരരുതെന്ന്. ദത്തൻ അവരെ നോക്കി താക്കിയതോടെ പറഞ്ഞു വർണ്ണയ്ക്ക് നേരെ തിരിഞ്ഞു. വാ. ദത്തൻ അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് റൂമിലേക്ക് നടന്നു. വർണ്ണയ്ക്ക് നടക്കുമ്പോൾ നല്ലോണം കാലുവേനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദത്തനെ പിടിച്ച് അവളൊന്നും മിണ്ടാതെ നടന്നു. ഇവൻ എന്നെ ഒന്ന് എടുത്തൂടെ? വർണ്ണ മനസ്സിൽ ദത്തനെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്റ്റെയർ എങ്ങനെയൊക്കെയോ കയറി. മുകളിലെത്തിയതും ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ടും പൊക്കിയെടുത്ത റൂമിലേക്ക് നടന്നു. വർണ്ണ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പുഞ്ചിരിയോടെ അവൻ്റെ തോളിലൂടെ കൈയിട്ട് വട്ടം പിടിച്ചു. ദത്തൻ്റെയും വർണ്ണയുടെയും പിന്നാലെ മുകളിലേക്ക് വന്നതായിരുന്നു പാർവതി. പക്ഷേ മുകളിലെത്തിയതും ദത്തൻ വർണ്ണയെ ഇരു കൈകൾ കൊണ്ട് ഉയർത്തിയെടുക്കുന്നത് കണ്ടതും അത്ര നേരം പാർവതിക്ക് വർണ്ണയോടുള്ള സഹതാപം മാറി ദേഷ്യമായി. അവൾ ദേഷ്യത്തോടെ തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഹാളിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയിരുന്നു. നിനക്കെന്താ വട്ടുണ്ടോ പാറു? പാറുവിൻ്റെ അമ്മ മാലതി അവളെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്താ വേണ്ടേ? എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, പ്ലീസ്. കുറച്ച് മനസ്സമാധാനം തരൂ. അവൾ തലയ്ക്ക് കൈ താങ്ങിക്കൊണ്ട് ബെഡിലിരുന്നു. അതേ, ഇപ്പൊ നിന്റെ സമാധാനം കളയുന്ന ആള് ഞാനാണല്ലോ. നിനക്കെന്താ പാറു പറ്റിയേ? അവൾ താഴെ വീണപ്പോ നീ എന്തിനാ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോയേ? അതിനിപ്പോ എന്താ അമ്മ? ഒരാൾ താഴെ വീണ് കിടക്കുന്നത് കരയുന്നത് കാണുമ്പോൾ ഞാൻ കൈ കൊട്ടി ചിരിക്കണോ? ചിരിക്കണം എന്നൊന്നും പറയണില്ല, പക്ഷെ കാണാത്ത ഭാവത്തിൽ പോവായിരുന്നു. അവൾ താഴെ വീണത് ഞാനും അടുക്കളയിൽ നിന്ന് കണ്ടതാ, പക്ഷെ ഞാൻ അറിയാത്ത ഭാവത്തിൽ നിന്നു. പക്ഷെ നീ എന്താ കാണിച്ചേ? ഓടി ചെന്ന് അവളെ പിടിച്ചെണ്ണിച്ചിരിക്കണോ? നീ ഒരു കാര്യം ഓർമ്മ വെച്ചേക്ക് പാറു, ആ പെണ്ണ് നിന്റെ ശത്രുവാണ്. കാണുമ്പോൾ ഇത്തിരി ഉള്ളൂവെങ്കിലും ദേവന്റെ മനസ്സിൽ അവൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അവളോടുള്ള പ്രണയം അവൻ്റെ ഓരോ നോട്ടത്തിലും ഭാവത്തിലും പോലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവളുടെ ആ സ്ഥാനത്ത് നിനക്കെപ്പോഴും എളുപ്പം കയറിക്കൂടാൻ പറ്റില്ല. ഇല്ല, ദേവനോട് വർണ്ണയോടുള്ള പ്രണയമല്ല, ദേവേൻ്റെ പ്രണയം ഞാനാണ്. വർണ്ണയോട് താലി കെട്ടി എന്നുള്ള വെറും സോഫ്റ്റ് കോർണർ മാത്രമാണ്. ദേവേട്ടനെ എന്നെയാണ് ഇഷ്ടം. അച്ഛനോടുള്ള ദേഷ്യം കാരണം എന്നോട് ഇഷ്ടമില്ലാത്ത പോലെ വെറുതെ അഭിനയിക്കുക. ദേവേട്ടൻ എൻ്റെയാ. പാർവതിയുടെ ഭാവം കണ്ട് മാലതിയുടെ മനസ്സിലും വല്ലാത്ത പേടി നിറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ഒരു വാക്ക് തർക്കത്തിന് നിൽക്കാതെ മാലതി പുറത്തേക്ക് പോയി. ദത്തൻ വർണ്ണയെ റൂമിലേക്ക് കൊണ്ടുവന്ന് താഴെ നിർത്തി. വർണ്ണ ചാടി ചാടി ബെഡിനരികിലേക്ക് നടന്നു. ഹലോ, എവിടേക്കാ മാഡം? അവൾ പോകുന്നത് കണ്ട് ദത്തൻ ചോദിച്ചു. ഞാൻ ബെഡിലിരിക്കാൻ. ആദ്യം എൻ്റെ പൊന്നുമോള് പോയി കുളിച്ചേ. നിന്റെ ഡ്രസ്സിൽ മൊത്തം പാടത്ത് ചെളിയാ. എനിക്ക് വയ്യ ദത്ത, ഞാൻ കുറച്ചു നേരം കടക്കട്ടെ. പറ്റില്ല പൊന്നെ, എൻ്റെ കുട്ടി വേഗം പോയി കുളിച്ചിട്ട് വാ. വേണ്ട ദത്ത, അവൾ പരമാവധി നിഷ്കുവായി പറഞ്ഞു. അത് കേട്ട് ദത്തൻ ഉടുത്തിരിക്കുന്ന മുണ്ട് മടക്കി കുത്തി വർണ്ണയുടെ അരികിലേക്ക് വന്നു. അവളെ എടുത്തുയർത്തി ബാത്റൂമിലേക്ക് നടന്നു. യൂറോപ്പിനിൽ അവളെ ഇരുത്തിയ ശേഷം ദത്തൻ ടാപ്പ് തുറന്നിട്ടു. എന്നിട്ട് അവൻ റൂമിൽ പോയി വർണ്ണയ്ക്ക് ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്ന് ബാത്റൂമിൽ വെച്ചു. അവളുടെ മുടിയെല്ലാം ഒന്നിച്ച് നെറുകയിൽ കെട്ടിവെച്ച ശേഷം ദത്തൻ ബക്കറ്റിൽ പിടിച്ച് വെള്ളം മുഴുവൻ അവളുടെ ദേഹത്തേക്ക് ഒഴിച്ചു. കണ്ടോ, ഇത്രയും ചെളി നിന്റെ മേലുണ്ടായിരുന്നു? ബാത്റൂമിലെ ഫ്ലോറിലായി പരന്നു കിടക്കുന്ന മണ്ണ് നോക്കി ദത്തൻ പറഞ്ഞു. ഓ, വലിയ കാര്യമായിപ്പോയി. ദത്തനെ നോക്കി അവളൊന്ന് പുച്ഛിച്ചു. ദേവാ. അപ്പോഴേക്കും ചെറിയമ്മ റൂമിലേക്ക് വർണ്ണയുടെ കാലിൽ തേക്കാനുള്ള മരുന്നുമായി വന്നു. ഇതെന്താ കഥ? ബാത്റൂമിൽ നിൽക്കുന്ന വർണ്ണയും ദത്തനെയും നോക്കി ചിരിയാലെ ചെറിയമ്മ ചോദിച്ചു.
ഇതിന്റെ മേല് മുഴുവൻ ചെറിയമ്മേ, കുളിക്കാൻ പറഞ്ഞപ്പോ ഈ മടിച്ചിക്ക് വയ്യാത്രേ, അതുകൊണ്ടാ ഞാൻ. അവൻ പാതി പറഞ്ഞു നിർത്തി. ഞാനീ മരുന്ന് തരാൻ വന്നതാ. കയ്യിലെ ബോട്ടിൽ മേശപ്പുറത്ത് വെച്ച് ചെറിയമ്മ വേഗം തന്നെ പുറത്തേക്ക് പോയി. നീ എന്തു പണിയാ കാണിച്ചത്? ചെറിയമ്മ എന്ത് കരുതി കാണും എന്തോ? പിന്നെ എന്ത് കരുതാനാ, ഞാനെന്റെ ഭാര്യയല്ലേ കുളിപ്പിക്കണേ, ഇനി എന്തെങ്കിലും കരുതിയെങ്കിലും ഞാനത് സഹിച്ചു. അത് പറഞ്ഞത് അത്തൻ അവളെ എടുത്ത് ഷവറിന്റെ ചുവട്ടിലേക്ക് നിർത്തി. ശേഷം ഷവർ ഓൺ ചെയ്തും വെള്ളം അവളുടെ ശരീരമാകെ ഒഴുകിയിറങ്ങാൻ തുടങ്ങി. നീ റൂമിലേക്ക് പൊക്കോ, ഞാൻ കുളിച്ചിട്ട് വരാം. തൻ്റെ മേലുള്ള ദത്തൻ്റെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും കുളിപ്പിക്കാമെങ്കിൽ ബാക്കി കൂടെ കുളിപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ദത്തൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ വർണ്ണ വേഗം മുഖം തിരിച്ചു കളഞ്ഞു. ദത്തൻ വേഗം ഷവർ ഓഫ് ചെയ്തു. ശേഷം സോപ്പ് കൊണ്ട് അവളുടെ കയ്യിലും കാലിലെയും മണ്ണെല്ലാം കളഞ്ഞു വീണ്ടും ഷവർ ഓൺ ചെയ്തു. വർണ്ണ അവനെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ തല കുനിച്ച് നിൽക്കുകയായിരുന്നു. എന്തേ കുട്ടിയെ? ദത്തൻ്റെ ശബ്ദം കാതിൽ പതിച്ചതും അവൾ ഒരു പതർച്ചയോടെ മുഖമുയർത്തി നോക്കി. നീ എന്തിനങ്ങനെ വിറക്കണേ? ഞാൻ അടുത്ത് നിൽക്കുന്നോണ്ടാണോ? ദത്തൻ അത് ചോദിച്ചു. വർണ്ണയുടെ മുഖത്ത് വെപ്രാളം നിറഞ്ഞു. അപ്പം എൻ്റെ കുട്ടിക്ക് നാണാക്കിണ്ടല്ലേ? അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ദത്തൻ ചോദിച്ചു. വർണ്ണ ഇരു കണ്ണുകൾ അടച്ചു. ദത്തനൊന്ന് കുനിഞ്ഞ് അവളുടെ ഇരു കണ്ണിൽ ഉമ്മ വെച്ചു. കണ്ണു തുറക്കു പിന്നെ. ദത്തൻ അവളെ നോക്കി പറഞ്ഞു. വർണ്ണ പതിയെ കണ്ണു തുറന്നു. ഒരു കിസ്, ഒരേ ഒരു കിസ്, അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു കൂടി, പ്ലീസ്. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിലൂടെ വിരലോടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. ദത്ത, ഞാൻ തരട്ടെ നിനക്കൊരു കിസ്? ഓ, നെറ്റിയിലല്ലേ? അതാർക്ക് വേണം? അല്ല പിന്നെ? ദത്തൻ അത്ഭുതത്തോടെ ചോദിച്ചു. വർണ്ണ അവൻ്റെ കഴുത്തിലൂടെ ഇരു കൈകളും ചേർത്ത് അവൻ്റെ കാലിൽ കയറി നിന്നു. പെരുവിരൽ ഉയർന്നുകൊണ്ട് അവൾ ദത്തൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. തീരെ ഹൈറ്റില്ലാത്തതുകൊണ്ട് അവൾ ഏറ്റി വലിഞ്ഞാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കിയ ദത്തൻ അവളെ എടുത്തുയർത്തി അവളുടെ കാലുകൾ തൻ്റെ പിന്നിലേക്ക് പിണച്ചു വെച്ച് അവളുടെ ഇടുപ്പിലായി ഇരു കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ചു. വർണ്ണ ദത്തൻ്റെ ചുണ്ടിലായി പതിയെ ഒന്ന് ഉമ്മ വെച്ചു. ശേഷം അവൻ്റെ ആദരങ്ങൾ വേർപ്പെടുത്തി. എന്നാൽ ദത്തൻ അവളെ അതിന് സമ്മതിക്കാതെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവന് വിധേയയായി വർണ്ണ കണ്ണുകൾ അടച്ചു നിന്നു. ശ്വാസം കിട്ടാതെ ആയതും ദത്തൻ അവളുടെ ആദരങ്ങളെ പതിയെ സ്വതന്ത്രയാക്കി. ശേഷം വീണ്ടും പൂർവാധികം ശക്തിയോടെ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു. അവസാനം ആലസ്യത്തിൽ അവൻ അവളുടെ ആദരങ്ങളെ സ്വതന്ത്രയാക്കി. വർണ്ണ നാണത്താൽ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അവളുടെ നനവുള്ള ഡ്രസ്സ് ദത്തൻ്റെ ഷർട്ടിനെയും നനച്ചിരുന്നു. ദേവുട്ടിയെ? ദത്തൻ അവളുടെ കാതിൽ പതിയെ വിളിച്ചു. വർണ്ണ നാണത്താൽ അവനെ തല ഉയർത്തി നോക്കി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, ചേട്ടൻ്റെ കൺട്രോള് പോവും. അത് കേട്ടതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു. ദത്തൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. ശേഷം അവളുടെ നാസികയിലൂടെ ചുണ്ടുകൾ ഉരച്ച് ചുണ്ടിലേക്ക് ഇറങ്ങി. അവളുടെ കീഴ്ചുണ്ടിലായി പതിയെ ഒന്ന് കടിച്ചതും വർണ്ണ ഒന്ന് നീങ്ങിപ്പോയി. അത് ദത്തനിൽ വികാരങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാക്കിയിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് ദത്തൻ അറിയുന്നുണ്ടായിരുന്നു. അതവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറച്ചു. എനിക്കറിയില്ല വർണ്ണ, ഞാൻ എപ്പോഴാണ് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. ഒരുപക്ഷെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു സ്നേഹം നാമ്പിട്ടിരുന്നു. ആദ്യം നീ എനിക്കൊരു കൗതുകമായിരുന്നു. നിന്റെ സംസാരം, പിണക്കം, വാശി, ദത്താന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്നതും എന്നോടുള്ള നിന്റെ ചെറിയ കുറുമ്പ് എല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു. ആ കൗതുകം പിന്നീട് എപ്പോഴോ വാത്സല്യമായി മാറി. ആ വാത്സല്യം ഇപ്പം പ്രണയത്തിൽ ചെന്ന് നിൽക്കുന്നു. എനിക്ക് നിന്നോടുള്ള പ്രണയം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് പോലും അറിയില്ല. നിനക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും എനിക്ക് അസൂയാണ് പെണ്ണെ. നീ നിശ്വസിക്കുന്ന ശ്വാസത്തിനോടും നിന്റെ ഹൃദയവെടുപ്പിനോടും, എന്തിന് നിന്നോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഈ വസ്ത്രത്തോട് പോലും എനിക്ക് അസൂയ തോന്നാം. നിന്റെ ചിരിയും പിണക്കവും വാശിയും എല്ലാം എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതിന് അവകാശം വേറെ ഒരാൾ വരുന്നത് പോലെ എനിക്ക് ദേഷ്യമാണ്.
എനിക്കറിയാം ഇതെല്ലാം എൻ്റെ സ്വാർത്ഥതയാണ്, പക്ഷേ ഇതെൻ്റെ ശരിയാണ് പറഞ്ഞ. നിന്നിൽ എന്നേക്കാൾ കൂടുതൽ ആരും അവകാശം കാണിക്കരുത്. നീ എൻ്റെ മാത്രമാണ്, ഈ ദേവദത്തൻ്റെ മാത്രം. ഞാൻ അത്രത്തോളം നിന്നെ ഭ്രാന്തായിട്ട് പ്രണയിക്കുന്നുണ്ട് പെണ്ണേ. ദത്തൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞ് അവസാനിപ്പിച്ചു. വർണ്ണയാണെങ്കിൽ കേട്ടത് വിശ്വസിക്കാനാവാതെ ഇരിക്കുകയാണ്. ദത്തന് തന്നെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയായിരുന്നു, പക്ഷേ അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. കുഞ്ഞെ, എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയടി. ദത്ത. അവൾ അവനെ കെട്ടിപ്പിടിച്ചു നിന്നു. നെഞ്ചിൽ ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ കരയുകയാണെന്ന് ദത്തൻ മനസ്സിലായത്. ദത്തൻ അവളെ പതിയെ തന്നെ നടർത്തി മാറ്റി താഴെ ഇറങ്ങി. കരയല്ലടാ, ഇത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദത്തൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. കുറേ നേരം ആയില്ലേ നനഞ്ഞു നിൽക്കണു, വേഗം ഡ്രസ്സ് മാറ്, അല്ലെങ്കിൽ വല്ല അസുഖവും പിടിക്കും. അത്ര നേരം പ്രണയം നിറഞ്ഞു നിന്ന ദത്തൻ്റെ കണ്ണുകളിൽ വാത്സല്യം സ്ഥാനം പിടിക്കുന്നു. വർണ്ണ കൗതുകത്തോടെ നോക്കി നിന്നു. കുഞ്ഞെ. അവൻ ഒന്ന് തറപ്പിച്ച് വിളിച്ചതും അവളൊന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞ വല്ല നീ കേൾക്കുന്നുണ്ടാ? എന്താ ദത്ത നീ പറഞ്ഞ? ഞാൻ കേട്ടില്ല. ഞാനാണല്ലോ കുളിപ്പിച്ച് തന്നെ, അപ്പം ഞാൻ തന്നെ ഡ്രസ്സ് മാറ്റി തരട്ടേന്ന്. വർണ്ണയുടെ ടീഷർട്ടിൽ പിടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. വർണ്ണ ഞെട്ടി. വേണ്ട. അതെന്താ വേണ്ടാത്തെ? ഞാൻ മാറ്റിത്തരും. അത് പറഞ്ഞ് അവൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് അല്പം ഉയർത്തിയതും വർണ്ണ മുഖം വിളറി വെളുത്തു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു കഴിഞ്ഞിട്ടും ദത്തൻ്റെ ഒരു അനക്കവും കേൾക്കാതെ ആയപ്പോൾ വർണ്ണ പതിയെ കണ്ണു തുറന്നു. ദത്തൻ ഇരു കൈകൾ കെട്ടി ബാത്റൂമിൻ്റെ ഡോറ് ചാരി നിൽക്കുകയാണ്. എൻ്റെ കുട്ടി എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അല്ലേ? സാരല്ല, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. വെയിറ്റ് ടു നോ ദ ഇൻറ്റൻസിറ്റി ഓഫ് മൈ ലവ് പാർട്ട്ണർ. അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ദത്തൻ ബാത്റൂമിൽ വാതിൽ ചാരി പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് 9 മണിക്ക് കാണാം കേട്ടോ. ബൈ, താങ്ക് യു.